അക്കീക്കോ എന്നാണ് ഈ അമ്മയുടെ പേര്. മകന്റെ പേര് ഷൂഹി എന്നും. കഥ പറയാനുള്ള എളുപ്പത്തിന് നമുക്കിവരെ നിത എന്നും മനു എന്നും വിളിക്കാം. അതിസുന്ദരിയായിരുന്നു നിത. യൗവനം തുളുമ്പി നിൽക്കുന്ന മുഖം. എന്നാൽ അച്ചടക്കമില്ലാത്ത ജീവിത രീതികളും സുഖലോലുപതയോടുള്ള ആസക്തിയും അവളുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചിരിക്കുകയാണ്. ജോലിക്ക് പോകാതെയും ചൂതാടിയുമൊക്കെ കയ്യിലുള്ള കാശ് തീരുമ്പോൾ അവൾ അമ്മയോടും സഹോദരിയോടും പണം കടം വാങ്ങും. ഇഷ്ടപ്പെട്ടയാളോടൊപ്പം ഒളിച്ചോടി വിവാഹം കഴിച്ച് ഒരു കുഞ്ഞായപ്പോൾ അയാൾ ഉപേക്ഷിച്ച മകളെ അമ്മ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. അവളുടെ കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു അതിനു കാരണവും. ഒരു ടിപ്പിക്കൽ തലതെറിച്ച സന്തതി എന്നൊക്കെ നിതയെ വേണമെങ്കിൽ വിളിക്കാം. അവസാനം വീട്ടുകാരും അവൾക്ക് പണം കൊടുക്കുന്നത് നിർത്തി. അടുത്തതായി പണത്തിനു വേണ്ടി പുരുഷന്മാരെ സെഡ്യൂസ് ചെയ്യാനായും അവൾ മടിച്ചിരുന്നില്ല. കിട്ടുന്ന പണമെല്ലാം കള്ളുകുടിച്ചും ചൂത് കളിച്ചും പബ്ബിൽ പോയുമെല്ലാം തീർക്കുകയായിരുന്നു പതിവ്. ഇങ്ങനെ ഒരു അമ്മയുടെ കൂടെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരു കൊച്ചുകുട്ടിയുടെ കഥ എന്താകും? അമ്മ അലഞ്ഞ് തിരിഞ്ഞ് മദ്യപിച്ച് വീട്ടിലെത്തുന്നത് വരെ വിശന്നു വരഞ്ഞ് കറണ്ടില്ലാത്ത വീട്ടിൽ തണുത്തു വിറച്ച് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു കുട്ടി. അവനെ കൊണ്ട് അമ്മയുടെയും സഹോദരിയുടെയും അടുത്ത് നിന്ന് പണം ചോദിച്ചു വാങ്ങി ദൂർത്തടിച്ചിരുന്നു നിത. അവൾ മകനെ സ്കൂളിൽ അയച്ചില്ല. അവനെ ഒട്ടും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല, സ്നേഹിച്ചിരുന്നില്ല. അവൾക്ക് വേണ്ടി പണം കണ്ടെത്താനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു ആ കുഞ്ഞ്. അങ്ങനെ ഒരു നാൾ അവൾ തന്റെ പുതിയ പാർട്ട്ണറെ കണ്ടെത്തി, റിയോ. അയാളെ പണിക്ക് വിട്ട് ജീവിക്കാമെന്നായിരുന്നു അവളുടെ പ്ലാൻ. അവർ രണ്ടുപേരും മറ്റൊരു നാട്ടിൽ ട്രിപ്പൊക്കെ പോയി ഒരാഴ്ചക്കാലം അടിച്ചു പൊളിക്കുമ്പോൾ മനു എന്ന് പറയുന്ന ആ കൊച്ചുകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അവളുടെ ഒരു പരിചയക്കാരന് ഈ വിവരം അറിയാവുന്നത് കൊണ്ട് കുട്ടി ഒരാഴ്ച പട്ടിണിയില്ലാതെ കഴിഞ്ഞുകൂടി. എന്നാൽ അമ്മ തിരികെ പുതിയൊരച്ഛനെ കൊണ്ടുവരുമെന്നവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ അയാളെ ഒരിക്കലും അംഗീകരിച്ചുമില്ല.